ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മോളീസ് കിച്ചൺ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ നിമിഷങ്ങൾ കൊണ്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. എന്നിട്ട് അതിൻ്റെ അടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പോൾ നമ്മൾ ഈ സ്നാക്ക് ഉണ്ടാക്കാനേ തുടങ്ങുക. അതിന് വേണ്ടിയിട്ട് ഒരു പഴം ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 9 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഈ ബ്രെഡിന് ഒന്ന് കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. മാക്സിമം നന്നായിട്ട് തന്നെ ഇപ്പോൾ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ പഴം ചേർത്ത് കൊടുക്കാം. പഴം കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കണം നിർബന്ധമില്ല. കട്ട് ചെയ്ത് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ നന്നായിട്ട് ഉടഞ്ഞു കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. നന്നായിട്ട് പഴുത്ത പഴമാണ്. തൊലിയൊക്കെ കറുത്ത പഴമൊക്കെ നമുക്ക് ഇതിനായിട്ട് ഉപയോഗിക്കാം. അപ്പം അത് ആ ബ്രെഡിൻ്റെ കൂടെ നന്നായിട്ടൊന്ന് കുറച്ച് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. പഴം നന്നായിട്ടൊന്നും ഉടയേണ്ട. ഇതുപോലെ കഷ്ണങ്ങളൊക്കെ നിന്നാലും നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാനായിട്ട്. നന്നായിട്ട് മിക്സ് ആയ ശേഷം ഒരു 1/4 കപ്പോളം തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കാം. ഇനി അതുകൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. മിക്സായി വരുന്ന സമയത്ത് അതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു 3 ഏലക്കായ ചതച്ചതാണ്. അതുകൂടി അതിലേക്ക് ചേർത്തെടുത്ത് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ഒന്ന് ലൈക്ക് ചെയ്യുകയും ചെയ്യുക. അപ്പോൾ നമുക്കിതിപ്പോൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഫ്രൈ ചെയ്യാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ആ ഓയിൽ ചൂടായി വരുന്ന സമയത്തേക്ക് നമുക്കിതൊരു ഷേപ്പിലാക്കി എടുക്കാം. ഇതുപോലെ ഒരു നാരങ്ങ വലുപ്പത്തിൽ ഒരു ബോൾസ് എടുത്തിട്ട് ഒന്ന് കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പരത്തി ഒരു റൗണ്ട് ഷേപ്പിലോ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊന്ന് പരത്തി ഷേപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടത് നല്ല ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഇങ്ങനെ എല്ലാം നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ചെറുതായിട്ടൊന്ന് കളറ് മാറി വരുന്ന സമയത്ത് അധികം ഗോൾഡൻ നിറമാകുന്ന ആവശ്യമില്ല. ചെറുതായിട്ട് ലൈറ്റ് ഗോൾഡൻ നിറമാകുന്ന സമയത്ത് നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. പക്ഷേ 2 സൈഡും ഒരുപോലെ കുക്കാകുന്ന സമയത്ത് ഇതുപോലെ കോരിയെടുക്കാം. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയൊരു സ്നാക്കാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റിയുമാണ്. അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ ആ സമയത്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത ശേഷം അതിനടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്തിട്ട് അതിൽ ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ മാത്രമേ ഉള്ളൂ ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ മുഴുവനായിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പോൾ അത് മറക്കാതിരിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.